കൽക്കരിയിൽ നിന്ന് കൊണ്ടുവന്ന രൂപമാണ് ഇപ്പോഴും മൂന്ന് രൂപ കൊണ്ടുവന്നതാണ് അന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. ഒന്ന് അപ്പന്റെ പള്ളിയിൽ, മറ്റൊന്ന് കാഞ്ഞൂർ പള്ളിയിൽ, മൂന്നാമത് കായക്കാട് പള്ളിയിൽ. ആ മൂന്ന് രൂപത്തിലും പ്രത്യേകതകളുണ്ട്. ഒരേ രീതിയിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കായക്കാട് പള്ളിയുടെ രൂപത്തിനും പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നും അവിടെ ഉപയോഗിക്കുന്ന പള്ളി മണി ഇറ്റലിയിൽ നിന്ന് പഴയ കണക്കനുസരിച്ച് 150 വാക്കൽ തൂക്കമുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള വാക്കാണ്. തിരുനാള് ഈ മെയ് 2, 3, 4 തീയതിയിലാണ്. 2-ാം തീയതി ആഘോഷമായിട്ടുള്ള അമ്പലങ്ങളുടെ സമയത്ത് 16 സമുദായങ്ങൾ ഒരുമിച്ച് രാത്രി കയറുന്ന നല്ലൊരു അനുഭവമായിരിക്കും ഈ വിശുദ്ധ ജ്യോതിസിന്റെ അങ്ങനെ 2 നാളും കൂടി ഒരുമിച്ച് നടക്കും. അതിന്റെയൊക്കെ 8-ാം ദിനമായിട്ട് 10-ാം തീയതി ആഘോഷിക്കുന്നു. കായക്കാടിനെ സംബന്ധിച്ച് പറഞ്ഞാല് ഒത്തിരിയേറെ പ്രാധാന്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ട് പറയാൻ സാധിക്കുക അവിടുത്തെ മതവിഭാഗം അമ്പലവും പള്ളിയും നമുക്കറിയാം. മുഖാപുരം നിൽക്കുന്ന ഇടവക റോഡിന്റെ എതിർവശത്ത് പടിഞ്ഞാട്ട് തിരിഞ്ഞ പള്ളി, മറുവശത്ത് കിഴക്കോട്ട് തിരിഞ്ഞ അമ്പലം. അത് ഫേസ് ടു ഫേസ് നിൽക്കുന്നതുപോലെ തന്നെയാണ് എന്റെ അനുഭവത്തിൽ അവിടെ ആർക്കും അവനിന്റെ ജാതി ഇവനിന്റെ ജാതി എന്നുള്ള ആ വ്യത്യാസം വളർന്നിട്ടില്ല. എല്ലാവരും ഒന്ന്. ഒരുപക്ഷെ വർഗീയതയൊക്കെ വളർന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ മതസൗഹാർദ്ദത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ കാലഘട്ടം അത് പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ പഴയ ആചാരങ്ങൾ പള്ളിയിൽ നിലനിർത്തണമെന്നും വലിയ ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് പല കലാ സാംസ്കാരിക പ്രകടനങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുടിയാട്ടം, കുതിരക്കളി, പറക്കളി, അങ്ങനെ കുറെ കളികളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടായിരിക്കുക കണ്ണീറായിരിക്കുന്ന സുഭാഷ് മാഷാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നടന്നാണ് പെരുന്നാൾ വരുന്നത്. അതുപോലെ കാളവണ്ടിയിൽ 5-6 വീട്ടിൽ കാളവണ്ടി യാത്രയിലാണ് പള്ളിയുടെ പരിസരത്തുള്ള പാടത്ത് സ്പെൻഡ് ചെയ്ത് പള്ളിയിലേക്ക് വരുന്നത്. അന്ന് പള്ളിയിൽ തിരുനാളോടനുബന്ധിച്ച് ഇപ്പോൾ തുള്ളലും കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമായിരുന്നു. വളരെ കൊല്ലങ്ങളോളം അവിടെ തുള്ളൽ നടന്നിരുന്നു. ഇപ്പോൾ അത് നിർത്താൻ ചെയ്തു. പിന്നെ അവിടെ വരുന്നത് ക്രിസ്ത്യാനികളേക്കാൾ കൂടുതൽ ഹിന്ദുക്കളാണ്. അതുപോലെ